സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ CPI വിടുന്ന ലക്ഷണമില്ലെന്നാണ് പാർട്ടി സമ്മേളനം പുരോഗമിക്കുമ്പോൾ സമ്മേളനത്തിനിടയിലെ പ്രതിനിധി ചർച്ചകൾക്കിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ CPI പ്രതിനിധികൾ വീണ ജോർജിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ചർച്ചയിൽ പ്രതികരിച്ചത്. വീണ ജോർജ് ഒന്നിനും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മന്ത്രിയാണെന്നാണ് CPIയുടെ വിമർശനം. ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നതിൽ തർക്കമില്ല. കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖല സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ട് കടന്നു പോകുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ തള്ളാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മന്ത്രിക്ക് ഇക്കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയില്ല. PR വർക്കിലൂടെ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് മന്ത്രി സമയം ചെലവഴിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനൊന്നും പരിഹാരം കാണാൻ മന്ത്രിക്ക് നേരമില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പോലും കഴിയാതെ ഉഴലുന്ന മന്ത്രിയെ നമ്മൾ കണ്ടതാണ്. മന്ത്രിക്കെതിരായ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ആരോപണം ഉന്നയിച്ച ആളെ കള്ളക്കേസിൽ കുടുക്കി തന്റെ മുഖം രക്ഷിക്കാനായിരുന്നു വീണ ജോർജ് ശ്രമിച്ചത്. എന്നാൽ കേരളത്തിന്റെ പൊതുവികാരം തനിക്കെതിരാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ മന്ത്രി അതിൽ നിന്നും പിന്മാറി സ്വയം തലരക്ഷിക്കുകയായിരുന്നു. മന്ത്രിക്കെതിരെ CPMലും വലിയ വിമർശനമാണ് ഉയരുന്നത്. ആറന്മുളയിലെയും പത്തനംതിട്ടയിലെയും നേതാക്കന്മാർ മന്ത്രി വീണ ജോർജിനെതിരെ പരസ്യമായും രഹസ്യമായും പ്രതികരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം മന്ത്രിക്കെതിരെ പ്രതികരിച്ച പ്രാദേശിക നേതാക്കന്മാരെ തരംതാഴ്ത്തുകയും സസ്പെൻഡ് ചെയ്യുകയാണ് CPM. ഇപ്പോൾ ആറന്മുളയിൽ സഭയെ പിണക്കാൻ കഴിയാത്തത് മാത്രമാണ് CPMന് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിക്കും വളരെ കൃത്യമായി അറിയാം വീണ ജോർജ് ഒരു പരാജയമാണെന്ന്. ആ പരാജയപ്പെട്ട വീണ ജോർജിനെ PR വർക്കിലൂടെ സംസ്ഥാനത്തെ മികച്ച മന്ത്രിമാരിൽ ഒരാളാക്കി മാറ്റാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആശുപത്രികളുടെയും അവസ്ഥ അതിദയനീയമാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, മരുന്നുകൾ ആവശ്യത്തിനില്ല, വാർഡുകളുടെ സ്ഥിതി അതീവ ദയനീയമാണ്. എന്നാൽ ഇതിനൊന്നും പരിഹാരം കാണാതെ നാഴികയ്ക്ക് 40 വട്ടം സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ മുഖം രക്ഷിക്കാനാണ് മന്ത്രി വീണ ശ്രമിക്കുന്നത്. വീണയ്ക്കെതിരെ CPI രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭയ്ക്ക് മേൽ പതിച്ച കളങ്കമാണ് വീണ ജോർജ് എന്നാണ് CPI പ്രതിനിധികൾ പറയുന്നത്. ഇത് CPIയുടെ മാത്രം അഭിപ്രായമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കേരളീയ പൊതുസമൂഹത്തിനും ഇതേ അഭിപ്രായമാണുള്ളത്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ കൊണ്ട് മാത്രം ആറന്മുളയിൽ സീറ്റ് നേടിയ മുൻ മാധ്യമ പ്രവർത്തക അപ്രതീക്ഷിതമായി മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുകയാണ്. ഈ മന്ത്രി കേരളത്തിന് തന്നെ അപമാനകരമായി മാറുകയാണ്. ഒരുപാട് പ്രഗത്ഭർ കൈകാര്യം ചെയ്ത വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. ആരോഗ്യരംഗത്ത് കേരളം 1-ാം സ്ഥാനത്തെത്തിയത് വീണ ജോർജ് മന്ത്രിയായതിനു ശേഷമല്ല. 1-ാം കേരള മന്ത്രിസഭ മുതൽ കഴിഞ്ഞ മന്ത്രിസഭ വരെയുള്ള മന്ത്രിസഭകളിലെ മന്ത്രിമാർ പ്രതിപക്ഷവും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയതിന്റെ അല്ലെങ്കിൽ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്ത് തന്നെ 1-ാമതായി മാറിയത്. എന്നാൽ വീണ ജോർജ് കരുതുന്നത് താൻ ആരോഗ്യമന്ത്രിയായതിനു ശേഷമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നതെന്നാണ്. പൊട്ടക്കനത്തിലെ പുറംലോകം കാണാത്ത പോക്കാച്ചി തവളയെ പോലെ മന്ത്രി ഇക്കാര്യം പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. മന്ത്രിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ പോലും അവർ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ മന്ത്രിയെ തെരുവിൽ തടയുന്ന സമരങ്ങൾ നടത്തിയിരുന്നു. തെരുവിൽ തടഞ്ഞ യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. മുന്നണിക്കകത്തു നിന്നും പുറത്തു നിന്നും ഒരേപോലെ വിമർശനം നേരിടുന്ന വീണ ജോർജ് അല്പമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച പഴയ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. മാധ്യമ പ്രവർത്തകൻ എന്ന രൂപത്തിൽ വീണ ജോർജ് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. അവർക്ക് ചേരുന്ന പണിയും മാധ്യമ പ്രവർത്തനം തന്നെയാണ്. മന്ത്രി വീണ ജോർജിനോട് കേരള ജനത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നടങ്കം അപേക്ഷിക്കുകയാണ്. മിസിസ് വീണ ജോർജ്, താങ്കൾക്ക് ഈ പണി ചേരില്ല.
താങ്കൾ രാജിവെച്ച് പുറത്തുപോയി പഴയ മാധ്യമപ്രവർത്തകയായി AC ഫ്ലോറിൽ നിന്ന് വാർത്ത വായിക്കുന്നത് കാണാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനിയെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ICUവിൽ നിന്ന് വെന്റിലേറ്ററിലാക്കുന്നതിന് മുമ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നതായിരിക്കും ആരോഗ്യ കേരളത്തിന് നല്ലത്.